വീണ്ടും നമ്മൾ ശ്വേതയിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ പറയും ഏറ്റവും വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് നമ്മളെ ഇഷ്ടപ്പെടുക, നമ്മുടെ ബോഡിയെ ഇഷ്ടപ്പെടുക എന്ന് പറയും. ശ്വേതയ്ക്ക് വന്നിട്ടുള്ള ഏറ്റവും കൂടുതൽ കമൻറ്റുകൾ ശ്വേത ആദ്യം പറഞ്ഞതുപോലെ എന്തോ ഇങ്ങനെ വണ്ണം വെച്ചിരിക്കുന്നത് എന്ന്. ആസ് ലോങ് ആസ് ശ്വേതയ്ക്ക് അത് പ്രശ്നമില്ലാത്തിടത്തോളം കാലം നാട്ടുകാർക്ക് പ്രശ്നം ഉണ്ടാവേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ ഇങ്ങനെ പറയുന്നവരോട് ചിലപ്പോൾ പലരും നമ്മളോട് നേരിട്ട് വന്നു ഇത് പറഞ്ഞിട്ടുണ്ടാവുമല്ലോ, എന്താ ശ്വേത കുറച്ച് വണ്ണം കുറച്ചുകൂടെ, ഇങ്ങനെ നിൽക്കേണ്ടതുണ്ടോ? അപ്പം അതിനൊക്കെ ശ്വേത എന്താ പൊതുവെ എപ്പോഴും കൊടുക്കാറുള്ള ഒരു മറുപടി? ഞാനൊന്നും മൈൻഡ് ചെയ്യാറില്ല. ഞാൻ വേറെ എന്തെങ്കിലും ഉണ്ടോ പറയാൻ? ഞാൻ വേറെ രീതിയിൽ ഐ ഡോണ്ട് എവറിബഡി ഡോസൻ കം ആൻഡ് ടോക്ക് ടു മീ. ഇപ്പൊ ഞങ്ങൾ വീഡിയോസ് കാണുന്ന ആൾക്കാരൊക്കെ ഞങ്ങളോട് മിണ്ടാറുണ്ട്. അതിൽ എന്നോട് തന്നെ കുറെ പേര് പറഞ്ഞിട്ടുണ്ട്, വീഡിയോയിൽ കാണുന്നതിന്റെ അത്രയും വണ്ണം ഇല്ല ശ്വേതയ്ക്ക് നേരിൽ കാണുമ്പോഴെന്ന് കുറെ പേര് പറഞ്ഞിട്ടുണ്ട്. അതില്ലെന്ന് ഞാൻ പറയുന്നില്ല. ദാറ്റ് ഈസ് എ ഗുഡ് തിങ്. എനിക്ക് കേൾക്കുമ്പോൾ സന്തോഷം തോന്നാറുണ്ട്. അവർക്ക് തോന്നുന്ന ഒരു കാര്യം അവർ പറഞ്ഞു. പക്ഷേ ഐ ഡോണ്ട് ടേക്ക് എനിത്തിങ് സീരിയസ്ലി ബിക്കോസ് ഞാൻ ഇങ്ങനെയാ, എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ഞാൻ എത്ര ട്രൈ ചെയ്തോണ്ടെന്ന് എനിക്കറിയാം. നമുക്ക് നമ്മുടെ ബോഡി ഇഷ്ടമാണെങ്കിൽ നമ്മൾ അതിനെ കുറിച്ച് ബോധർ ചെയ്യേണ്ട കാര്യം പോലും ഇല്ല. അപ്പൊ പിന്നെ അല്ല, ഞാൻ അങ്ങനല്ല ഞാൻ പറഞ്ഞത്. ഞാൻ കുറയ്ക്കണമെന്ന് ആഗ്രഹിച്ച് ഞാൻ കുറയ്ക്കാനിരുന്ന ഐ ഡു ഇറ്റ് ഇൻ ഫുൾ ദിസ് തിങ്, ഐ വിൽ റെഡ്യൂസ് വെയിറ്റ്. അതെനിക്കറിയാം. പക്ഷെ ഞാൻ ട്രൈ ചെയ്യുന്നുണ്ട്, എന്നെ കൊണ്ട് പറ്റാത്തതുകൊണ്ടാ. മനസ്സിലായി. എന്നിന് മടിയുള്ള ഒരാളാണ്, മനസ്സിലായോ? ഞാൻ സുജിത്തിന്റെ കാര്യം പറഞ്ഞത് നേരെ ഓപ്പോസിറ്റ് ആണ്. ഞാൻ സുജിത്ത് ഡെയിലി വീഡിയോ ഇടാൻ എപ്പോഴും ഞങ്ങൾ വഴക്കാണ്, നിനക്ക് വീഡിയോ ഇടാൻ വയ്യല്ലോ എന്നാണ് എന്നോട് എപ്പോഴും പറയുന്നത്, മനസ്സിലായോ? ഞാൻ മടിയുള്ള ഒരാളാണ്, അതാണ് എന്റെ മെയിൻ പ്രശ്നം. ബട്ട് ദെൻ ഐ ലൈക്ക് ദ വേ ഹൗ ഐ ആം. മനസ്സിലായി.